ഗുരുപ്രിയ ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊയിനാച്ചിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ ഒരു സദ്യ നടക്കാൻ പോവുകയാണ്. പൊയിനാച്ചി കാസർഗോഡ് ജില്ലയിലെ ഒരു പട്ടണമാണ്. ഒരുപക്ഷെ ഇതിലും കെങ്കേമമായ ഒരു സദ്യ അവിടെ നടന്നു എന്ന് വരില്ല. അതുകൊണ്ട് നമുക്കും അങ്ങോട്ട് പോകാം. കഞ്ഞി സദ്യയോ പായസ സദ്യ ഒന്നുമല്ല, പിന്നെയോ ബിരിയാണി സദ്യ, വിശേഷ സദ്യ, കൊതിനാവിലൂറും വിശിഷ്ട സദ്യ. ബിരിയാണി സദ്യ, വിശേഷ സദ്യ, കൊതിനാവിലൂറും വിശിഷ്ട സദ്യ. 5000 പേരെ സൽക്കരിക്കാൻ അബുദാബിക്കാർ വന്നു ചെയ്ത സദ്യ. 5000 പേരെ സൽക്കരിക്കാൻ അബുദാബിക്കാർ വന്നു ചെയ്ത സദ്യ. ബിരിയാണി സദ്യ, വിശേഷ സദ്യ. ഇത്രയും കെങ്കേമമായ ഒരു സദ്യ നടത്തുന്നത് കലന്തൻ ഹാജിയാണ്. കലന്തൻ ഹാജി അന്നാട്ടിലെ ധനാഢ്യനായ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ റിസ്വാന്റെ നിക്കാഹ് ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു. നാട്ടുകാർക്ക് ഒരു സൽക്കാരമൊക്കെ നടത്തി ബിരിയാണി വെച്ച് കൊടുക്കണമെന്ന് ഹാജിയാർക്ക് ഒരു പൂതി. ഇന്ന് വൈകിട്ട് 6-നും 9-നും ഇടയ്ക്കാണ് റിസപ്ഷൻ. ജന്ത അവിടെ കൊണ്ട് തിരിഞ്ഞു കളിക്കണേ. അത്തൊക്കെ വെട്ടിപ്പായി ചെയ്യേണ്ട ഉസ്മാനെ. ഇത് അസൈനാർച്ച. ഹാജിയുടെ വിശ്വസ്തനും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനുമാണ് ഈ അസൈനാർച്ച. ജോലിക്കാർക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, രാമേന്ദ്ര, ഹാജിന്റെ പുറക്ക് ഒരു പണിക്കാരനെ കൂടി വേണം. വല്ല ബീഹാറിയോ ബംഗാളിയോ തമിഴനോ ആരായാലും മതി. നമ്മൾ അങ്ങോട്ട് വരാം. രാമേന്ദ്രൻ പെരുമ്പള നാഷണൽ ഹൈവേക്കടുത്ത് ഒരു കച്ചവടക്കാരനാണ്. പൊയിനാച്ചിയിലെ ഒരു കച്ചവടക്കാരനാണ് ഈ രാമേന്ദ്രൻ. രാമേന്ദ്രൻ്റെ കട എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കാരണം സകല സാധനങ്ങളും അവിടെ ലഭിക്കും. പൊയിനാച്ചിയിലെ തിരക്കുള്ളൊരു കട. ആ കടയുടെ മുന്നിൽ ഒരു ബസ് വന്നു നിന്നു. ആ ബസ്സിൽ നിന്നും കുറെ അതിഥി തൊഴിലാളികൾ ഇറങ്ങി. ഏറ്റവും ഒടുവിലായി അയാളും ഗോപാൽ യാദവ്. കൂടെയുള്ള ജോലിക്കാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഗോപാൽ യാദവ് മാത്രമായി. അദ്ദേഹം രാമേന്ദ്രൻ്റെ കടയുടെ മുന്നിലുള്ള ബെഞ്ചിലിരുന്നു. രാമേന്ദ്രൻ ചോദിക്കുന്നു, കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? കേരളത്തിൽ വന്നിട്ട് 7 ഞാൻ ഈ മണ്ണിൽ വന്നു ചേർന്നു. 7 വർഷങ്ങൾ കടന്നുപോയി. 7 ഞാൻ ഈ മണ്ണിൽ വന്നു ചേർന്നു. 7 വർഷങ്ങൾ കടന്നുപോയി. ജീവിതം നേരിത്തിളച്ചൊരുകും ഓർമ്മകൾക്കുള്ളിൽ ഒലിച്ചുപോയി. ജീവിതം നേരിത്തിളച്ചൊരുകും ഓർമ്മകൾക്കുള്ളിൽ ഒലിച്ചുപോയി. 7 ഞാൻ ഈ മണ്ണിൽ വന്നു ചേർന്നു. 7 വർഷങ്ങൾ കടന്നുപോയി. പ്രേക്ഷകർക്ക് മുന്നിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിക്കൊണ്ട് വലിയൊരു ബിരിയാണി സദ്യയുമായിട്ട് നരിക്കൽ രാജീവ് സാർ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് ആ കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എന്ന് സാർ നമുക്ക് വിശദമായി പറഞ്ഞുതരും. ഇത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന ചെറുകഥയുടെ കഥാപ്രസംഗാവിഷ്കാരമാണ്. ഏറെ വായിക്കപ്പെട്ട, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചെറുകഥയാണ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി. ഇത് ഞാൻ ധാരാളം വേദികളിൽ ഇത് കഥാപ്രസംഗമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതിൻ്റെ ഒരു കഥാപ്രസംഗ രൂപം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി കുട്ടികളെ ഈ കഥ ഞാൻ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. കലോത്സവങ്ങളിലൊക്കെ ധാരാളം സമ്മാനങ്ങൾ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട് ഈ കഥ പറഞ്ഞ്. വളരെ വ്യത്യസ്തമായ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു ചെറുകഥയാണ് ബിരിയാണി. അത് വളരെ ടച്ചിങ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഇത് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നിരവധി പേർ ഒരുപാട് അഭിനന്ദനങ്ങൾ എനിക്ക് ലഭിച്ച ഒരു കഥ കൂടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഒരു കഥ കൂടിയാണ് ഈ ബിരിയാണി.
ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ ഒരു കഥയായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു സാർ ഒരു 30 വർഷക്കാലത്തോളമായിട്ട് കഥാപ്രസംഗ രംഗത്തുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു അനുഭവം പറയാമോ? ഓരോ കഥയ്ക്കും ഓരോ മീനിങ്ങുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഓരോരുത്തരെയും കൺവേ ചെയ്യാനായിട്ട് പറ്റുന്ന രീതികളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഓരോ കാര്യം ഇപ്പോൾ ഒരു പ്രസക്തമായിട്ട് ഇപ്പോൾ നമ്മൾ മണിപ്പൂർ ഇൻസിഡൻറ്റോ അങ്ങനെയൊക്കെ ഓരോ പൊളിറ്റിക്കൽ ഇൻസിഡൻസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ലഘൂകരിച്ച് കഥയിലൂടെ കവിതയിലൂടെ പാട്ടിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഈ സാധാരണക്കാരായ ആൾക്കാരിലേക്ക് ഒരുപാട് ആഴത്തിലേക്ക് എത്തും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡി ആയിട്ടുള്ള കാലമാണ്, ന്യൂജൻസിൻ്റെ കാലമാണ്. അപ്പം അവരൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ കേട്ട് പോവുമായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഓഡിയൻസ് ആയിട്ട് അവർ ഇരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാമോ? കഥാപ്രസംഗം എന്ന ജനകീയ കല 101 വർഷമാകുന്നു ജന്മം കൊണ്ടിട്ട്. വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് കരുത്ത് പകർന്ന ഒരു കലാരൂപമാണ് കഥാപ്രസംഗം. 1924 സ്വാമി സത്യദേവൻ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ആരംഭിച്ച ഈ ഒരു കലാരൂപം അന്ന് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകിയാണ് ആദ്യമായി പറഞ്ഞ കഥ. പിന്നീട് നിരവധി മഹാരഥന്മാരായ കാഥികർ ഈ ഒരു കലാരൂപത്തെ ജനകീയമാക്കി, ജീവസുറ്റതാക്കി. ഒരുപക്ഷെ ഉത്സവപ്പറമ്പുകളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ കഥ കേൾക്കാൻ ഓടിയെത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വിശ്വസാഹിത്യ കൃതികളടക്കം ചെറുകഥകൾ, നോവലുകൾ, അതുപോലെ ഖണ്ഡകാവ്യങ്ങളൊക്കെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. അതൊക്കെ ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഈ കാലഘട്ടത്തിൽ, ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കഥാപ്രസംഗ കല ഒരു നിരവധി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പണ്ടത്തെ പോലെ ഉത്സവപ്പറമ്പുകളിൽ മണിക്കൂറുകളോളം വന്നിരുന്ന് പരിപാടികൾ കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാറിയ കാലഘട്ടത്തിൽ കഥ കേൾക്കാൻ ഇപ്പോഴും ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ ചിലർ പറയാറുണ്ട് കഥാപ്രസംഗം അന്യം നിന്നുപോയി. അങ്ങനെ അന്യം നിന്നിട്ടൊന്നുമില്ല. വേദികൾ പണ്ടത്തെ പോലെ ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ പുതിയ തലമുറയിലെ കുട്ടികൾ, അവർക്ക് കഥകൾ കേൾക്കാനുള്ള സാഹചര്യം പണ്ടത്തെ പോലെ ഇല്ല. അപ്പോൾ ഞാനൊക്കെ ഈ രംഗത്തേക്ക് വന്നത് തന്നെ കുട്ടിക്കാലത്ത് ധാരാളം കഥകൾ കേൾക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് തുളസീധരൻ, അദ്ദേഹം ഒരു ആദ്യകാല കാഥികൻ കൂടിയായിരുന്നു. അപ്പോൾ കഥാപ്രസംഗത്തെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കഥകൾ കേൾക്കാൻ സാംബശിവൻ്റെയും കടാമംഗലത്തിൻ്റെയും കൊല്ലം ബാബുവിൻ്റെ അങ്ങനെയുള്ള മഹാരഥന്മാരായ കാഥികരുടെ കഥ കേട്ട് വളരാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് കഥാപ്രസംഗത്തോടുള്ള ഒരു ഒരു വലിയ അടുപ്പം ഉണ്ടായത് തന്നെ. അപ്പോൾ അത്തരം ഒരു സാഹചര്യങ്ങൾ ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവരാണ്. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർക്കതിനെ വിലയിരുത്താൻ കഴിയുന്നവരുമാണ്. പക്ഷേ നല്ല കഥകൾക്ക് വേദികളില്ല, വേദികൾ കുറയുന്നു, അവർ കേൾക്കാനുള്ള അവസരങ്ങളില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതെ അതെ, അതായത് ഇപ്പം വിരൽത്തുമ്പിൽ വിസ്മയമാണ് കുഞ്ഞുങ്ങളുടെ മുന്നിലെല്ലാം. അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 മണിക്ക് തന്നെ അവരുടെ വിദ്യാഭ്യാസം തുടങ്ങിക്കഴിഞ്ഞാൽ നൈറ്റ് ഒരു 9 മണി വരെയെങ്കിലും അവർ എഡ്യൂക്കേഷൻ്റെ പിന്നാലെയാണ്. പിന്നെ അവർക്കൊരു എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ ടീച്ചേഴ്സ് പോലും അങ്ങനെ അത്ര ഒരു അവൈലബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സ്കൂളുകളിൽ. ശരിക്കും സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ചൊന്ന് പറയാം. കാര്യം മ്യൂസിക് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെ കഥാപ്രസംഗം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ സ്കൂളിൽ അവൈലബിലിറ്റി കുറവാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തേടി നടന്ന് ലൈബ്രറി ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു തലമുറയുടെയും ഇപ്പോഴത്തെ തലമുറയുടെയും ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ സാറിന്? അത് പറയുമ്പോൾ ഞാനിപ്പോൾ കൊല്ലം പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ ഒരു അധ്യാപകനാണ്. എന്നെ അവിടെ നിയമിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനാണ്. അപ്പോൾ ഞാനൊരു കാഥികനായതുകൊണ്ടാണ് എന്നെ അവിടെ നിയമിച്ചത്. എന്തിനാണ് നിയമിച്ചത്? കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ സ്കൂളിൽ പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന സ്കൂളാണ്.
അപ്പോൾ അവിടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കഥകൾ കേൾക്കാൻ കുട്ടികൾക്ക് അവസരമില്ലെന്ന് പറഞ്ഞില്ലേ. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണ്, മുത്തശ്ശിമാർ കഥ പറഞ്ഞു കൊടുക്കും അല്ലേ, അച്ഛനമ്മമാർ കഥ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എല്ലാവരും ഫോണിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമില്ല. ഇവിടെ കുട്ടികൾക്ക് മുമ്പിൽ ഞാൻ കഥ പറയുന്നു, കുട്ടികളെ ചുറ്റും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കഥ തന്നെ പറയുമ്പോൾ അതിൻ്റെ അപ്പോൾ ഒരു പീരീഡ് കഥ ഒരു കഥ പറയുകയാണെങ്കിൽ ആ കഥ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് വലിയ പ്രയാസമാണ്. സാറേ അത് മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി, സാർ മുഴുവൻ പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് കഥ കേൾക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് ഇപ്പം ഞാൻ ഈ ബിരിയാണി തന്നെ കുട്ടികൾക്ക് പറയുകയാണെങ്കിൽ ആ വായിക്കാത്തവർ ആ കഥ അറിയുകയാണ്. ഇപ്പം ഞാൻ ചണ്ടാല ഭിക്ഷയ്ക്ക് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ഖണ്ഡകാവ്യം വായിക്കാത്ത കുട്ടികൾ ആ കഥ അവർ ഗ്രഹിക്കുകയാണ്. അതിലൂടെ അവർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങളുണ്ടാവും. ഒപ്പം തന്നെ ഒരു പുസ്തകങ്ങളോടും സാഹിത്യത്തോടും അക്ഷരങ്ങളോടും ഒക്കെയുള്ള സ്നേഹം അവർക്ക് കൂടും. അപ്പോൾ അത്തരം അവസരങ്ങൾ സൃഷ്ടിക്കുക, കുട്ടികൾക്ക് കഥ കേൾക്കാൻ, ഈ പുതിയ തലമുറയ്ക്ക് നല്ല നല്ല കഥകൾ കേൾക്കാൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് കഥാപ്രസംഗകല നേരിടുന്ന വെല്ലുവിളികൾക്കൊരു പരിഹാരം എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അല്ല, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിലും അവർക്കൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ മാറി നിൽക്കത്തില്ല, അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ നമ്മളെപ്പോഴും കമ്പയർ ചെയ്ത് മാറ്റി നിർത്തും, പഴയ തലമുറ പുതിയ തലമുറ. ഒരിക്കലുമല്ല, നമ്മൾ അപ്ഡേഷൻ ആകുന്നതനുസരിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക ചെയ്യുന്നത്. അപ്പം സാർ തന്നെ പറഞ്ഞു, ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, ഇവരിലേക്ക് ആ ഷെയർ ചെയ്യാനുള്ള ഒരു അവർ ആ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയും സാറിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. എനിക്ക് ഇത്തിരി കുട്ടികളെ അല്ലെങ്കിൽ അവരെ അച്ചീവ്മെന്റ് നേടാൻ, ഇപ്പോൾ ഈ പറയുന്ന കണക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ടാവും. ആ സമയത്ത് അപ്പോൾ അവർ സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ എൻ്റെ കഥ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചതെന്ന് പറയുമ്പോൾ ഐ ആം പ്രൗഡ്. അങ്ങനെ ഒരു മൊമെന്റ് സാറിന് പറയാനായിട്ടുണ്ടാവില്ലേ? ഒരുപാടുണ്ട്. കാരണം പിന്നെ അവർ ഈ കലോത്സവങ്ങളിൽ പറയാൻ വേണ്ടിയിട്ടാണ് കഥ പഠിക്കാൻ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അത് 15-20 മിനിറ്റ് ഒക്കെയാണ് കഥകൾ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ അസാമാന്യമായി പെർഫോം ചെയ്യുന്നവരാണ്. അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നന്നായിട്ട് പാടും, നന്നായിട്ട് അഭിനയിക്കുന്നവർ, അതുപോലെ തന്നെ നന്നായിട്ട് പറയുന്നവർ ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അവർക്ക് ഉതകുന്ന ഒരു കഥ സെലക്ട് ചെയ്തവരെ നന്നായിട്ട് പഠിപ്പിച്ച് ധാരാളം സമ്മാനങ്ങൾ കുട്ടികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കേവലം ഒരു മത്സരത്തിലേക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ആ കുട്ടികളെ ഞാൻ പൊതുവേദിയിൽ കഥ അവതരിപ്പിക്കുവാനുള്ള സാഹചര്യം കൂടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യപൂർവ്വം അവർ കഥകൾ പറയുന്നുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട കാണുന്ന പ്രേക്ഷകർക്ക് ചെയ്യേണ്ടത് എന്താണ്, അത്തരം കുട്ടികൾക്ക് നന്നായിട്ട് കഥ പറയുന്ന കുട്ടികൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ കഥ നന്നായിട്ട് പറയും, അവരുടെ ജനറേഷൻ ഈ കഥ കേൾക്കാൻ ഓടിയെത്തും. അപ്പം പുതിയ തലമുറ ഈ കലയിലേക്ക് അടുത്ത് വരും. ഒത്തിരി അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും. കാരണം ഈ ഒരു കലാരൂപത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് നല്ല നല്ല സന്ദേശങ്ങളാണ് ഓരോ കഥയിലൂടെയും കൊടുക്കുന്നത്. ഓരോ ജീവിതങ്ങളാണ് ഒരു കഥ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ബിരിയാണി ഇപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഉദാഹരണം പറഞ്ഞത്. ഈ ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ഒരു മനസ്സിന് വല്ലാത്തൊരു നീറ്റലാണ്. അപ്പോൾ അവർക്കെന്തോ കിട്ടി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമുണ്ട്. അതാണ് ഈ കഥാപ്രസംഗ കല നമ്മുടെ ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സംഭാവന. പക്ഷേ ഞാൻ ഈ ഓർക്കസ്ട്രേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ ചെറുതിലെ മുതലേ ഇങ്ങനെ കഥാപ്രസംഗമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്, നാടകമൊക്കെ കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേഷൻ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും പഴയ തലമുറക്കാർ തന്നെയാണ് ഓർക്കസ്ട്രേഷൻ ഇപ്പോഴും അവരുടെ ഒരവകാശം പോലും അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അവർ ഒട്ടും മോശം എന്നല്ല പറഞ്ഞു വരുന്നത്, പുതിയ തലമുറയൊന്നും അതിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇൻവോൾവ് ആയി അങ്ങോട്ട് കാണുന്നില്ല. എന്താണ് മാഷിന് അതിനെക്കുറിച്ചുള്ളൊരു നിരീക്ഷണം എങ്ങനെയാണ്? അത് 1-2 കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഈ പുതിയ തലമുറ എപ്പോഴും പെട്ടെന്ന് ഈ ഹാർഡ് വർക്കല്ല, അവർക്ക് സ്മാർട്ട് വർക്കാണ് ഇഷ്ടം. ഹാർഡ് വർക്ക് അല്ലല്ലോ, സ്മാർട്ട് വർക്ക്, അതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കഥാപ്രസംഗ പരിപാടിക്ക് വന്നാൽ അതിന് സാമ്പത്തികം പക്ഷേ വളരെ കുറവായിരിക്കും. മറ്റേ മ്യൂസിക്കൽ ഫ്യൂഷനും അതുപോലെ ഗാനമേളയ്ക്കൊക്കെ നല്ല ക്യാഷ് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം, ഈ കഥാപ്രസംഗത്തിൽ നമ്മളിങ്ങനെ വളരെ നിസ്സാരമായി കാണാൻ പറ്റില്ല. കാരണം അതിന് നല്ല അധ്വാനം വേണം. കാരണം ഓരോ വ്യത്യസ്തങ്ങളായ പാട്ടുകളായിരിക്കും, വ്യത്യസ്ത രാഗങ്ങളിൽ. അതെല്ലാം മാനുവലായിട്ട് തന്നെ വായിക്കണം, നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇവരൊക്കെ 40 വർഷത്തിലേറെയായി ഈ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്നവരാണ്, ഡെഡിക്കേഷൻ ഉള്ളവരാണ്. അപ്പോൾ ഈ ഡെഡിക്കേഷൻ ഒരു പ്രധാന ഘടകമാണ്. ഇത് പഠിച്ചെടുത്ത് ഇതുപോലെ വായിക്കാൻ ഇച്ചിരി പ്രയാസമാണ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളൊക്കെ
ഈ കഥാപ്രസംഗത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ നോക്കട്ടെ. പറയുമ്പോൾ പക്ഷേ പുതിയ തലമുറയെ ഞാൻ ഒരിക്കലും പുകഴ്ത്തി പറയല്ല. പുതിയ തലമുറകൾ മത്സരവേദികളിൽ ഇതൊരു പാർട്ടിസിപ്പേഷൻ ഇനമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എഫേർട്ട് ഇട്ട് അവർ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു ഉപജീവനം അല്ലെങ്കിൽ അതൊന്ന് തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു പോക്കോ അല്ലെങ്കിൽ ഒരു പ്രവണതയൊന്നും നമ്മൾ കാണുന്നില്ല. അല്ല, അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അത് പിന്നെ പ്രധാനമായിട്ട് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വേദികൾ കിട്ടുമ്പോൾ ആ വേദികൾ കിട്ടുന്നില്ല അവർക്ക്. അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലിൽ മികച്ച വിജയം നേടിയൊരു കുട്ടിയെ വേദി കൊടുക്കൂ നിങ്ങൾ, അതൊന്ന് പറയും. അപ്പോൾ അവരുടെ തലമുറ അത് ശ്രദ്ധിക്കും. അതാണ് അതിനകത്തെ ഒരു പ്രത്യേകത. പിന്നെ സംഗീതം, കഥാപ്രസംഗത്തിലെ സംഗീതത്തിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഒരു പാട്ട് പാടുകയാണെങ്കിൽ മനോഹരിയായി വളരും സുഹൃതയെ മാനത്തെ കൂറിയും നോക്കി നിന്നു, മനോഹരിയായി വളരും സുഹൃതയെ മാനത്തെ കൂറിയും നോക്കി നിന്നു, കങ്കളിൽ വശ്യമാം സൗവർണ ദീപ്തിയും കൺമണിയായവൾ വളർന്നു വന്നു, കങ്കളിൽ വശ്യമാം സൗവർണ ദീപ്തിയും കൺമണിയായവൾ വളർന്നു വന്നു, മനോഹരിയായി വളരും സൂരയെ മാനത്തെ കൂറിയും നോക്കി നിന്നു. പുതിയ തലമുറയിലേക്ക് എന്ത് ഒരു സന്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റും, അവരെ ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി? ഇപ്പം മാഷ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പം അത്തരത്തിൽ നമുക്ക് എങ്ങനെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് പറ്റും? ഒരു കോമ്പറ്റീഷൻ ലെവൽ അല്ല എന്നുള്ളൊരു രീതിയിൽ. അത് നമ്മുടെ സ്കൂളുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിമൺ സിദ്ധാർത്ഥ സ്കൂള്, അതുപോലെ സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഇതുപോലെയുള്ള കഥാപ്രസംഗ ശില്പശാലകളും അതുപോലെ ഈ കഥകൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഒക്കെ കുട്ടികളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നല്ല നല്ല കഥാപ്രസംഗം കേൾക്കാൻ അവർക്ക് അവസരം കൊടുക്കുക. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പലപ്പോഴൊക്കെ ഒരു കഥാപ്രസംഗങ്ങൾ പ്രക്ഷേപണം ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് താല്പര്യം ഉണ്ടാവും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തിരഞ്ഞെടുക്കുന്ന കഥകൾ. ചിലപ്പോൾ അത് നല്ല നല്ല സന്ദേശം കൊടുക്കുന്ന കഥകൾ, ആ കഥകൾ കേട്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഒഥല്ലോ ഇപ്പോഴും നിൽക്കുന്നത് വെച്ചാൽ അന്ന് ആ കഥകൾ താല്പര്യപൂർവ്വം കേട്ടിരുന്നു കൊണ്ടാണ് ഇപ്പോഴും അതിൽ മറക്കാതെ ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നു ഒഥല്ലോയുടെ ഒരു റീമേക്ക് പിന്നെ നമ്മൾ മലയാളത്തിൽ കണ്ടത് കളിയാട്ടം ഫിലിമാണ്. സോ ഇത് പെട്ടെന്ന് നമുക്കത് കണക്ട് ആവും, എന്താണ് ആ കഥയിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ കളിയാട്ട സിനിമ ജയരാജ് സാറ് പിന്നെ എടുക്കാൻ തന്നെ കാരണം സാംബശിവൻ്റെ ഈ ഒരു കഥാപ്രസംഗം കേട്ടതിന് ശേഷമാണ്. കാരണം എങ്ങനെ ഈ മലയാളികൾക്ക് എങ്ങനെ അത്തരത്തിലൊരു കഥ, ഷേക്സ്പിയറിൻ്റെ വിഖ്യാതമായ ആ ഒരു നാടകം കഥാപ്രസംഗമായി അവതരിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടത് മലയാളീകരിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് എന്തുകൊണ്ട് അത്തരത്തിലൊരു സിനിമ ആയിക്കൂടെ എന്ന് ജയരാജ് സാറിന് തോന്നി. അദ്ദേഹം ആ സിനിമ എടുക്കുകയും ചെയ്തതാണ്. പക്ഷെ അതൊരു ആഴത്തിലെ വായന ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും എഫേർട്ട് ഇട്ട് അതിനനുസരിച്ച് കഥ തയ്യാറാക്കി പാട്ടുകൾ, ഇതിനൊക്കെ എത്ര സമയം എടുക്കുക? ഒരുപാട് എഫേർട്ട് വേണം. ഏതൊരു കലയ്ക്കും അതിൻ്റെതായ എഫേർട്ട് ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കഥാപ്രസംഗമൊക്കെ കേൾക്കാനായിട്ട് നമുക്ക് വന്നിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിലും വന്നിരുന്നു കേട്ടു അല്ലെ 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളിത് തീർക്കുന്നത് വലിയൊരു നോവൽ അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുന്നത് കഥയോ കവിതയോ ഒക്കെ ആയിരിക്കാം. മനസ്സിലായില്ലേ? കണ്ടകാവ്യങ്ങളൊക്കെ പോലെ ഒറ്റ അടിക്കായിരിക്കും നിങ്ങൾ തീർക്കുന്നത്. അപ്പോൾ ഇതിനെടുക്കുന്ന ഒരു പ്രിപ്പറേഷനും കാലയളവും എങ്ങനെയാണ് അതൊക്കെ? ഇപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് ആ കഥ നന്നായി അറിയണം അല്ലെങ്കിൽ കവിത നന്നായിട്ട് അറിയണം, അതിനനുസരിച്ചിട്ട് പാട്ടുകൾ പ്രിപ്പയർ ചെയ്യണം, ഓർക്കസ്ട്രേഷൻ ചെയ്യണം, ഇതെല്ലാം ചെയ്യാൻ ഭയങ്കര എഫേർട്ട് വേണം, ശരിക്കും ക്ഷമ വേണം. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക? ഈ കഥാപ്രസംഗ അവതരണം അത് നല്ല പ്രയാസകരമായൊരു കാര്യമാണ്. അതെ, കേൾക്കാൻ എളുപ്പവും അവതരിപ്പിക്കാൻ പ്രയാസമുള്ളൊരു കലാരൂപമാണ് കഥാപ്രസംഗം. കാരണം ഇതിന് നല്ല വായന വേണം, നല്ല ഭാഷാജ്ഞാനം വേണം, സംഗീതം അറിയണം, താളത്തിന് ശ്രദ്ധിക്കും പാടാൻ കഴിയണം, നല്ല നർമ്മബോധം വേണം, പ്രഭാഷണ നന്നായിട്ട് പറയാൻ ഉള്ള കഴിവുണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരാൾക്ക് മാത്രമേ ഒരു നല്ല കഥാപ്രസംഗനാകാൻ കഴിയൂ. കാരണം ഒരാൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ പറയുന്നതും പാടുന്നതും വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതും എല്ലാം ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് അല്പം പ്രയാസകരമാണ്. അപ്പോൾ നമ്മൾ ഒരു കഥ എടുക്കുമ്പോൾ ആ കഥ
പ്രേക്ഷകർക്ക് ഉതകുന്ന തരത്തിലേക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിലെ പാട്ടുകൾ എഴുതി അതിലെ സംഗീതം ചെയ്ത് അത് വലിയ പരിശീലനമൊക്കെ നടത്തിയതിന് ശേഷമാണ് അത് വേദിയിൽ അവതരിപ്പിക്കുന്നത്. ആ എഫേർട്ടിന് എടുക്കുക ഒരു പ്രത്യേക കാലയളവ് ഉണ്ടാവുമല്ലോ. ഒരു സാധകം പോലെ നിങ്ങൾ അതിങ്ങനെ കൊണ്ടുപോയിട്ടാണല്ലോ അത് ചിട്ടപ്പെടുത്തി കൊണ്ടുവന്ന് അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനെടുക്കുന്ന ഇപ്പം ഓർക്കസ്ട്രേഷൻ എല്ലാവരും ഒരേ ലെവലിൽ നിന്നെങ്കിൽ മാത്രമേ അതിൻ്റെതായ ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാലയളവ് ഉണ്ടാവുമല്ലോ, ഒരു കഥയ്ക്ക് ഇത്ര ടൈം ഉണ്ടാകും അതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ട്, അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല ഇപ്പോൾ നമ്മളെ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകൾ കൂടെ ഉള്ളെങ്കിൽ നമുക്ക് ഒരു 1-2 ആഴ്ച കൊണ്ട് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റും. അത് അവരുടെ ഒരു അനുഭവ സമ്പത്ത് ഇതിനകത്ത് പ്രാധാന്യമുണ്ട്. പിന്നെ അതുപോലെ കഥ ഹൃദയസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ വർക്ക് നമ്മൾ ആ സ്ക്രിപ്റ്റ് വർക്കിലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എടുക്കുന്നത്. പിന്നെ കഥ റിഹേഴ്സൽ ചെയ്ത് 2 ആഴ്ച കൊണ്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം പുതിയ തലമുറയെ എങ്ങനെ അവർക്ക് ഇപ്പം ഈ പറയുന്ന നമുക്ക് സ്മാർട്ട് വർക്കാണ്, അത്തരത്തിലേക്ക് ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം സാറ് നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. യങ്സ്റ്റേഴ്സിനിടയിലേക്ക് അതിനെ ഒന്ന് എത്തിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് നിങ്ങളുടെ ഒരു അടുത്ത ഒരു തലമുറയിലേക്ക് ഇത് കൈമാറുക എന്നുള്ളൊരു ഒരു എഫേർട്ടിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ കോളേജുകളിൽ ഈ യൂണിവേഴ്സിറ്റി കലോത്സവത്തിനൊക്കെ കഥ അവതരിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കുട്ടികൾ ഈ പ്രാക്ടീസ് കാണാൻ വന്നിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ വെള്ളായണി കാർഷിക കോളേജിൽ കഥാപ്രസംഗം പഠിപ്പിക്കാൻ ആദ്യം ചെല്ലുമ്പോൾ അവിടെ ഇപ്പോൾ കഥാപ്രസംഗം പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നൊക്കെ അവിടുത്തെ കോർഡിനേറ്റേഴ്സ് ചോദിച്ചപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ഒരു കുട്ടിയെ നിർബന്ധിച്ച് കഥാപ്രസംഗം പഠിപ്പിച്ചു. ആ കഥാപ്രസംഗം പഠിപ്പിക്കുന്ന ആ ഒരു വേളയിലും അതിൻ്റെ റിഹേഴ്സൽ സമയത്തുമൊക്കെ മറ്റു കുട്ടികളൊക്കെ വന്ന് കേൾക്കാനിരിക്കും. അങ്ങനെ ആ കൊല്ലം അവരുടെ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടി സ്റ്റേറ്റിൽ. തൊട്ടടുത്ത വർഷം ധാരാളം കുട്ടികൾ വന്നു. ഞാൻ വന്നപ്പോൾ അവിടെ കഥാപ്രസംഗം പറയാനായിട്ട് കുറേ 10-20 കുട്ടികൾ വന്നിരിക്കുക. സാറേ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ നേരത്തെ ഇത് കേട്ടിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അവർക്കറിയില്ല. പക്ഷേ അറിഞ്ഞു വന്നപ്പോഴോ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് താല്പര്യമാവുകയും ചെയ്തു. പിന്നെ കഥയിലെ പാട്ടുകളൊക്കെ അവരോട് പാടിക്കൊണ്ട് നടക്കുന്നു. കുട്ടികളൊക്കെ അതിലെ കഥയിലെ പാട്ടുകളൊക്കെ അവിടെ പാടിക്കൊണ്ട് നടക്കുന്നു. അതുപോലെയാണ് പല കുട്ടികളും. അപ്പം സ്കൂളിലൊക്കെ അത് തന്നെയാണ്. അപ്പോൾ അവതരിപ്പിച്ച് കാണുമ്പോഴാണ് എനിക്ക് ചെയ്യണം എന്നുള്ള താല്പര്യം കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ആയിട്ടുള്ള കഥകൾ വേണമല്ലോ. അപ്പം അവരതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് അവരത് കേൾക്കാനിരിക്കും, അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അത് പിന്നെ നമ്മൾ ഈ സ്കൂളുകളിലും കോളേജിലും കഥ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കഥ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബിരിയാണി, അത് ഒരുപാട് വേദികളിൽ പറഞ്ഞൊരു കഥയാണ്. വലിയ ഇഷ്ടമാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടമാണ്. അതുപോലെ ബഷീറിൻ്റെ ബാല്യകാല സഖി, അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വളരെ ടച്ചിങ് ആയൊരു സ്റ്റോറിയാണ്. അതുപോലെ ഇപ്പം ഞാൻ ഈ വർഷം കഴിഞ്ഞ വർഷം 2025 കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി മൂപ്പൻ്റെ കഥ, അത് കുട്ടികൾക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ കഥ, കരിന്തണ്ടൻ. അങ്ങനെ പുതിയ പുതിയ കഥകളൊക്കെ തിരഞ്ഞെടുക്കുകയും അത് അവതരിപ്പിക്കുന്ന രീതികളുണ്ട്. അപ്പോൾ അതിലെ സംഭാഷണങ്ങൾ, അതിലെ പാട്ടുകൾ, അതിലെ സാഹിത്യം, അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ മാറ്റിയെടുക്കണം. കാരണം അവർക്ക് ഭാഷാജ്ഞാനം കുറവാണ്. നല്ല മലയാളം പോലും അവർക്ക് കിട്ടുന്നില്ല. അപ്പം പുതിയ പുതിയ പദങ്ങളുടെ അർത്ഥമൊന്നും അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഓ ബനാനെ ഒരു പൂതരാമോ എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് പഴയകാല പാട്ടുകൾ പോലും ഒരു റീമിക്സ് ആക്കി ഇറക്കിയിരിക്കുകയല്ലേ ഇപ്പോൾ. നമുക്ക് കേൾക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഭയങ്കര ഒരു സൈലൻസിൽ കേൾക്കേണ്ടതൊക്കെ ഓർക്കസ്ട്രേഷൻ കയറ്റിയിട്ട് വല്ലാതൊരു ഡിസ്റ്റർബിങ് മോഡിലേക്ക് നമ്മളെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വയലാറിൻ്റെയൊക്കെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യ മ്യൂസിക്സ് ആണ്. അതിനകത്ത് പിന്നെ നമ്മൾ ഇംപ്ലിമെന്റേഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷെ അതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ കലയിലും നമുക്കത് സാധ്യമല്ല എന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് എന്താ മാഷിന് പറയാൻ? തീർച്ചയായിട്ടും അതൊക്കെ തനത് രൂപത്തിൽ തന്നെ ആസ്വദിക്കുന്നതാണ് ഏറ്റവും ഭംഗി. അതിനകത്ത് ആവശ്യമില്ലാതെ മ്യൂസിക് കുത്തിക്കയറ്റി അതിനെ വികൃതമാക്കുന്നത് ആ മഹാരഥന്മാരായ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പാവമാണ് കേട്ടോ. അതിൽ തന്നെ ആ പാട്ടുകളൊക്കെ ആസ്വദിക്കാൻ കഴിയണം. പിന്നെ അത്തരമൊന്നും മ്യൂസിക്കിൻ്റെ അത്തരത്തിലുള്ള സ്വാധീനമൊന്നും ഈ കലയിൽ
പറ്റില്ല. പറ്റത്തില്ല. ഇതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. എന്നാൽ അതെ. അവതരണത്തിലും ഗാനങ്ങളിലും ഒക്കെ നല്ല പുതുമ വേണം എന്നാൽ അപ്പോൾ പഴയ ഒരു ശൈലി, പണ്ടത്തെ ആ ഒരു ശൈലിയിൽ തന്നെ ഗാനങ്ങൾ മാറ്റി പുതിയ പുതിയ തലങ്ങളിലേക്ക് അതിലെ സംഗീതവും അതിലെ സാഹിത്യവും നേരത്തെ പറഞ്ഞതുപോലെ വളരെ നർമ്മരസം കലർത്തിയും അതിലെ കുറിക്കുകൊള്ളുന്ന തമാശകളും സാമൂഹ്യ വിമർശനങ്ങളും ഒക്കെ തന്നെ അത്തരത്തിൽ പുതിയ പുതിയ ജനറേഷൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അത് രൂപപ്പെടുത്തിയെടുക്കാം. പക്ഷേ ഇതിനൊരു തനത് രൂപമുണ്ട്. ആ രൂപത്തിൽ നിന്ന് മാറാനും പാടില്ല. അപ്പോൾ അത്തരത്തിലാണ് വരുന്നത്. ഓക്കെ, ഇത്രയും വിശദമായിട്ട് കലയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. മാഷിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. കുടുംബം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കലയിലേക്ക് വരാനുണ്ടായ ആ കലയോടുള്ള ഒരു അഭിനിവേശം, ആ സ്വാധീനം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ സ്ഥലം നരിക്കൽ എന്ന ഒരു സ്ഥലമാണ്, പുനലൂരിനടുത്ത് നരിക്കൽ. അവിടെ ആണ് ഞാൻ ജനിച്ചത്. അച്ഛൻ ഒരു ആദ്യകാല കാഥികനായിരുന്നു. അപ്പോൾ അച്ഛന് കഥാപ്രസംഗങ്ങളോട് വലിയൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ എവിടെ കഥാപ്രസംഗം ഉണ്ടെങ്കിലും കേൾക്കാൻ എന്നെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെയാണ് എനിക്കും ഈ കലയോട് വലിയ ഇഷ്ടം തോന്നിയത്. എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളിലൊന്ന് അതുതന്നെയാണ്. കാരണം വി സാംബശിവൻ, കടാമംഗലം, കടക്കോട് വിശ്വംഭരൻ, കൊല്ലം ബാബു, അങ്ങനെയുള്ള നിരവധി മഹാരഥന്മാരായ കാഥികരുടെ കഥകൾ കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടായി. അങ്ങനെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ വാർഷികത്തിന് അച്ഛൻ എന്നെ ഒരു കഥ പഠിപ്പിച്ചു. മുത്തുക്കുടം എന്നൊരു കഥയാണ്. ആ കഥ സ്കൂൾ വാർഷികത്തിന് നരിക്കൽ MDHS UP സ്കൂളിലെ ആ സ്കൂളിൽ അടുത്ത വാർഷികത്തിന് ഞാൻ കഥ പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സും മറ്റു കുട്ടികളൊക്കെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് തൊട്ടടുത്ത വർഷം പുനലൂർ ചമ്പന്തൂർ ഹൈസ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 3 തവണ ജില്ലയിൽ 1ാം സ്ഥാനം നേടി, സംസ്ഥാന തലത്തിലും സമ്മാനം നേടി. പിന്നെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും പൊതുവേദികളിലൊക്കെ അവിടെ ഞങ്ങളുടെ ക്ലബ്ബുകളിലും വായനശാലകളിലെ ഉത്സവ പറമ്പുകളിലൊക്കെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ എന്നെ വിളിച്ചു തുടങ്ങി. അങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ്. പിന്നെ എനിക്ക് മറ്റൊരു സൗഭാഗ്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ ഒരുപാട് മഹാരഥന്മാരായ കാഥികരുടെ ശിക്ഷണം എനിക്ക് കിട്ടാനിടയായി. പുളിമാത്ത ശ്രീകുമാർ, ഹർഷകുമാർ, കടക്കോട് വിശ്വംഭര സാർ, ഇവരുടെയൊക്കെ ക്ലാസ്സുകളിലിരിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യമുണ്ടായി. അതുപോലെ നിരവധി ശില്പശാലകളിൽ പങ്കെടുത്തു, വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തു. പിന്നെ ഞാൻ ഡ്രാമ സ്കൂളിൽ കുറച്ച് കാലം പഠിച്ചു. അങ്ങനെ പിന്നീട് ആ കലാരംഗത്ത് തന്നെ ഞാൻ സജീവമായി വേദികളൊക്കെ കിട്ടി തുടങ്ങി. പിന്നീട് പിന്നെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. കുട്ടികൾക്ക് ധാരാളം സമ്മാനങ്ങൾ കിട്ടി. അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല പല സ്കൂളുകളിലും കോളേജുകളിലും അല്ലാതെയൊക്കെ പോയി കഥ പഠിപ്പിക്കുന്നു. ഇപ്പോൾ പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ്. ഭാര്യ ഉണ്ട്, ഗായത്രി എന്നാണ് പേര്, സംഗീത അധ്യാപികയാണ്. അപ്പോൾ കുടുംബം മുഴുവൻ സംഗീത പശ്ചാത്തലമാണ്. അതൊരു ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് അത്. അപ്പോൾ മാഷിൻ്റെ ലൈവ് പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിൽ ബാല്യകാല സഖിയാണ് എനിക്ക് കാണാനായിട്ടുള്ളൊരു അവസരം കിട്ടിയത്. അപ്പം അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും അതിലൊരു പാട്ട് സാറൊന്ന് പാടിത്തരാമോ? കുട്ടിക്കാലം. അതെ. മനസ്സിന്റെ കൊമ്പിലെ മാമ്പൂവിൻ മണമുള്ള ചിരി പകുത്തു, മാമ്പഴം പകുത്തു. മനസ്സിന്റെ കൊമ്പിലെ മാമ്പൂവിൻ മണമുള്ള ചിരി പകുത്തു. നഖമുന നീറുന്ന മുറിവുകൾ തോറും, നഖമുന നീറുന്ന മുറിവുകൾ തോറും തഴുകുന്ന ഹൃദയത്തിൻ മധുപൂരണ്ടു. പരസ്പരനുള്ളി മാന്തിയ സ്നേഹ പവിഴങ്ങൾ വിളയുന്ന സുഖം പകുത്തു. പരസ്പരനുള്ളി മാന്തിയ സ്നേഹ പവിഴങ്ങൾ വിളയുന്ന സുഖം പകുത്തു. മാമ്പഴം പകുത്തു. മനസ്സിന്റെ കൊമ്പിലെ മാമ്പൂവിൻ മണമുള്ള ചിരി പകുത്തു, മാമ്പൂവിൻ മണമുള്ള ചിരി പകുത്തു. ഓക്കെ, സൂപ്പർ.
ശരിക്കും എനിക്ക് ആ വേദിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നോവലാണ് ബാല്യകാല സഖി. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷിനോ അല്ലെങ്കിൽ ഈ കലയോട്ട് അനുബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ ഒന്നും ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ആ പഴയതിനെ തന്നെ ഇങ്ങനെ പിന്തുടർന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. അതൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ കഥ, പുതിയ യങ്സ്റ്റേഴ്സുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊക്കെ പറയും വിരൽത്തുമ്പിൽ വിസ്മയം ആഗ്രഹിക്കുന്ന കുട്ടികളിലേക്ക് അത് എത്തണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു പഴയത് ആ ചിട്ടവട്ടങ്ങളെ ഒന്ന് മാറ്റിയിട്ട് എന്നിട്ട് പുതിയ കഥകളൊക്കെ കൊണ്ടുവന്നൂടെ? ഇപ്പം പല പല ഇൻസിഡൻറ്റുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്, പല കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഏതൊരു മേഖലയെ വെച്ച് വേണമെങ്കിലും നമുക്ക് കഥകൾ ഉണ്ടാക്കാം. അതെന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ചിന്തയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റംപ്റ്റോ ആരും ചെയ്യാത്തത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇത്. ഞാൻ ഉൾപ്പെടെയുള്ള കഥാപ്രസംഗകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വയം വിമർശനപരമായി തന്നെ എടുക്കേണ്ട ഒരു ചോദ്യമാണ് അത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു കഥ എടുക്കുന്നതിൻ്റെ പിന്നിൽ വലിയൊരു എഫേർട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ഒരു സ്ക്രിപ്റ്റ് വേണം, അതിന് സംഗീതം നൽകണം, അത് പരിശീലിക്കണം, അങ്ങനെ ഒരു ചിലവുണ്ട്. ഇപ്പോൾ ചില കാഥികർ, അത് ഇപ്പോൾ കുറേ കാഥികരുണ്ട്, പഴയ കാഥികരൊക്കെ ഉൾപ്പെടെ എന്താ ചെയ്യുന്നത്, സാംബശിവൻ സാറിൻ്റെയും കടാമംഗലത്തിൻ്റെയൊക്കെ യൂട്യൂബിൽ ധാരാളം കഥകളുണ്ട്. ഈസിയല്ലേ? ഈസിയാണ്, എളുപ്പം എടുത്ത് ഇങ്ങ് പഠിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഉണ്ട്, അത് മാറണം. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പുതിയ കഥകൾ വരണം, പുതിയ നല്ല നല്ല കഥകൾ, കാലഘട്ടത്തിന് അനുയോജ്യമായ കഥകൾ ഉണ്ടാവണം. അത് നന്നായിട്ട് വേദിയിൽ അവതരിപ്പിക്കാനും കഴിയണം. എങ്കിൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രസക്തമായ വിഷയങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ആനുകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ വരണം. അത്തരം വിഷയങ്ങളൊക്കെ കഥാപ്രസംഗമായി ഈ രൂപപ്പെട്ട് വരണം. ഞാൻ പുതിയ കഥകൾ എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ നമ്മുടെ മതതീവ്രവാദത്തിനെതിരെ ഈ പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു കഥ ഇപ്പോൾ ഞാൻ ദേശസ്നേഹി എന്ന പേരിൽ പറയുന്നുണ്ട്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ. പിന്നെ കരിന്തണ്ടൻ ഇപ്പോൾ ഇറങ്ങിയ നമ്മുടെ അതൊക്കെ പുതിയ കഥ തിരഞ്ഞെടുത്ത കഥകളാണ്. ഞാൻ ഇത്തവണ വേദിയിൽ പറയാൻ വേണ്ടി എടുത്ത കഥകളാണ്. ഇനിയിപ്പോൾ ഞാൻ വേദിയിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ കഥ അതാദ്യമായാണ് കഥാപ്രസംഗ വേദിയിലേക്ക് വരുന്നത്. ആ ഒരു വലിയൊരു സാമൂഹ്യ പരിഷ്കർത്താവായ ധീരനായ ഒരു വിപ്ലവകാരിയായ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ കഥ ഞാൻ പറയുന്നു. അങ്ങനെ പുതിയ പുതിയ കഥകൾ എടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പഴയതൊക്കെ മഹത്തരമാണ്. എത്ര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാംബശിവൻ സാറിൻ്റെ കഥകളൊക്കെ പറയുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ അതുപോലൊന്നും അദ്ദേഹത്തെ പോലൊന്നും അത് പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും ഇപ്പോൾ ആർക്കും പറ്റില്ല. അതൊക്കെ വലിയ ലെജൻസുകളാണ്. അപ്പോൾ പുതിയ പുതിയ കഥകൾ വരണം എന്നുള്ളതാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അതെ, ആനുകാലിക പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പുതിയ തലമുറ അതിനെ അക്സെപ്റ്റ് ചെയ്യും. കാര്യം ഇപ്പോൾ എല്ലാം ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടുന്നത് പോലെ ഇതൊരു 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ചിട്ടവട്ടത്തിൽ അത് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുന്നത്, ഒരു മത്സര ഇനത്തിന് ചെന്നാൽ തന്നെയും പെട്ടെന്ന് ശ്രദ്ധിക്കും ഇങ്ങനെ ഒരു കഥാപ്രസംഗം ഉണ്ടോ എന്നുള്ളത്. അത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അത് എത്രത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. കാര്യം വർഷങ്ങളായിട്ട് അതൊരു സാധന പോലെ കൊണ്ട് നടക്കുന്നതാണ് നിങ്ങളുടെ കലയെ. അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ്റെ സംശയം ഞാൻ നേരത്തെ ചോദിച്ചിരുന്നത്. അപ്പോൾ ബിരിയാണിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. ശരണ്യെ നമ്മൾ ഈ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നത് ആ ഒരു തുടക്കത്തോടു കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നൊന്ന് പ്രേക്ഷകർക്കും എനിക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാമോ? അതിലെ കേന്ദ്ര കഥാപാത്രമായ ഗോപാൽ യാദവ് കലന്തൻ ഹാജി എന്ന ധനാഢ്യനായ ആ ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ ഒരു കുഴിയെടുക്കാനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ കുഴിയെടുത്ത് കഴിഞ്ഞു. വിശപ്പ്, വല്ലാത്ത വിശപ്പ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അവിടെ ബിരിയാണി സദ്യ പൊടി പൊടിക്കുന്നു. എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. പട്ടിയെപ്പോൾ ലാട്ടി ഓടിച്ചാലോ? ഭായി, ഗോപാൽ ഭായി, കഴിഞ്ഞ? ഓ കഴിഞ്ഞു. ഉസ്മാനെ, അതെല്ലാം കൊണ്ടുവാ. ഗോപാൽ യാദവ് നോക്കിയപ്പോൾ 3-4 പേർ ചേർന്ന് ഒരു പച്ച വീപ്പ താങ്ങിക്കൊണ്ടുവരുന്നു. അത് ആ കുഴിയുടെ വക്കത്ത് വെച്ചു. എന്നിട്ട് ആ കുഴിയിലേക്ക് കമഴ്ത്തി. നെഞ്ചിടിപ്പോൾ ഗോപാൽ യാദവ് അത് കണ്ടു. എല്ലിൻ കഷ്ണങ്ങളോട് കൂടി ബിരിയാണി അതാ ആ കുഴിയിലേക്ക് ഇടിഞ്ഞു വീഴുന്നു. ഈ ലോകത്ത് എത്ര ആളുകൾ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോ, ഭക്ഷണം കിട്ടാതെ ആളുകൾ വലയുമ്പോ, ഇത്രയും ആഹാര സാധനങ്ങൾ ഈ കുഴിയിലേക്ക്, ആ കാഴ്ച കാണാൻ കെൽപ്പില്ലാതെ ഗോപാൽ യാദവ് കണ്ണുകളടച്ചു. ഇതെന്ത് ക്രൂരമാം ഹൃദയ ശൂന്യത,
ഇതെന്തു വന്യമാം നിർവികാരത, ഇതെന്തു ക്രൂരമാം ഹൃദയശൂന്യത, ഇതെന്തു വന്യമാം നിർവികാരത. ഗോപാൽ യാദവ് നോക്കിയപ്പോ വീണ്ടും വീണ്ടും വീപ്പകൾ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ആ കുഴിയിലേക്ക് വീണു. ഒടുവിൽ ദം പോലും പൊട്ടിക്കാത്തൊരു ബിരിയാണി കൂടി വീണ് ആ കുഴി നിറഞ്ഞു. ഭായി, ഇനി അതെല്ലാം ചവിട്ടി ലെവലാക്ക്. ചവിട്ടാൻ കാലുകൾ ഉയർത്തി. ഇത് ഞാൻ എങ്ങനെ ചവിട്ടും? ഈ കിടക്കുന്നത് ബസ്മതിയാ. ബസ്മതി ഞാൻ എങ്ങനെ ചവിട്ടും? നോക്കിനിക്ക ചവിട്ടി അമർത്തമായി. മണി 11 ചവിട്ടി, നെഞ്ചത്ത് തന്നെ ചവിട്ടി. ഗോപാൽ യാദവിന്റെ ഉള്ളിൽ ഒരു കരച്ചിൽ. ഞാൻ വീണ്ടും ആജ്ഞാപിച്ചു, ഭായി ഇങ്ങനെ കുഴി മൂടിക്കോ. ഗോപാൽ യാദവ് കർമ്മനിരതനായി. ഒരു കൈക്കോട്ട് മണ്ണ് വാരി കുഴിയിലേക്ക് ഇട്ടതും ഗോപാൽ യാദവിനെ കൂടി ചേർത്ത് ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് സിനാൻ ചോദിക്കുന്നു, ഭായി ഭായിക്ക് എത്ര മക്കളാ? എനിക്ക് ഒരു മോളാ. എന്താ പേര്? ബസ്മതി. ബസ്മതി നിക്കണോ പഠിക്ക? എന്റെ ബസ്മതി മോള് മരിച്ചുപോയി. മരിച്ച എങ്ങനെ? വിശന്നിട്ട്, ഒരു നേരത്തെ ആഹാരം കിട്ടാതെ എന്റെ പൊന്നുമോള് പട്ടിണി കിടന്നാ മരിച്ചത്. പട്ടിണി കിടന്ന് ഇങ്ങനെയാ എന്റെ മോളെ കുഴിച്ചു മൂടിയത്. ഇങ്ങനെയാ. ഒരു ഭ്രാന്തനെ പോലെ ഗോപാൽ യാദവ് ആ മണ്ണിൽ ആഞ്ഞാഞ്ഞ് വെട്ടി. ഒടുവിൽ ആ കുഴി ഒരു ശവക്കുഴി പോലെ മൂടപ്പെട്ടു. ഒരു മാത്ര ഹൃദയം പിടഞ്ഞുണർന്നു, ഒരു ദീർഘ നിശ്വാസം വീണുടഞ്ഞു. ഒരു മാത്ര ഹൃദയം പിടഞ്ഞുണർന്നു, ഒരു ദീർഘ നിശ്വാസം വീണുടഞ്ഞു. നനവാർന്ന മണ്ണിന്റെ മാനസത്തിൽ ഒരു തുള്ളി കണ്ണുനീർ വീണുടഞ്ഞു. നനവാർന്ന മണ്ണിന്റെ മാനസത്തിൽ ഒരു തുള്ളി കണ്ണുനീർ വീണുടഞ്ഞു. ഇങ്ങനെയാണ് ബിരിയാണി എന്ന കഥ അവസാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ചില ഓർക്കസ്ട്രേഷനെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. ഇത് കൊട്ടര രാജീവ്. നമസ്കാരം. 40 വർഷത്തിലേറെയായി ഈ രംഗത്ത് പ്രശോഭിക്കുന്ന ഒരു അസാമാന്യ കലാകാരനാണ്. ഒരു സംഗീതജ്ഞൻ കൂടിയാണ്. നിരവധി കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രമുഖരായ ഒട്ടുമിക്ക ഗായകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തമ്പുരാജ് കട്ടയിൽ, അദ്ദേഹവും വളരെ അനുഭവ സമ്പത്തുള്ള ഒരു വലിയ കലാകാരനാണ്. അദ്ദേഹവും നിരവധി പേർക്ക് തബല വായിച്ചിട്ടുള്ള ഒരു മികച്ച കലാകാരനാണ്. ഈ രണ്ടുപേരും എനിക്ക് കിട്ടിയത് വലിയൊരു സൗഭാഗ്യമാണ്. ഇവരുടെ ഒരു സാന്നിധ്യവും ഇവരുടെ ഒരു പിന്തുണയും വളരെ വലുതാണ്. അതെ, തീർച്ചയായിട്ടും. എല്ലാവരെയും കണ്ടതിലും പരിചയപ്പെട്ടതിലും വളരെ സന്തോഷം. പ്രേക്ഷകർക്ക് ശരിക്കും ഒരു ബിരിയാണി വിരുന്ന് തന്നെ 3 ആളും ചേർന്നിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കും ഒന്ന് പങ്കാളിത്തം ഉണ്ടാകാനായിട്ട് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഇനിയും നിരവധി കഥകളും ആനുകാലിക പ്രസക്തിയോടുകൂടി തന്നെ പുതിയ തലമുറയിലേക്ക് അത് എത്തിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.